പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തർ സൂപ്പർ താരമായ കോഡി റോഡ്സുമായിട്ട് നടത്തിയ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലെ ചില അഭിപ്രായങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ഗുന്തർ WWE മുന്നോട്ടേക്ക് വെച്ച ഒരു ക്യാരക്ടർ പ്ലാന് തുടക്കത്തിലെ നിരസിച്ചതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തുകയുണ്ടായി. ഗുന്തർ മെയിൻ റോസ്റ്ററിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തെ മെഗാ വില്ലനാക്കി കാണിക്കാൻ വേണ്ടി ഒരു ഐഡിയ ക്രിയേറ്റീവ് ടീം ഗുന്തറിൻ്റെ മുന്നിലേക്ക് വെച്ചു. ആ ഐഡിയ ഇങ്ങനെയായിരുന്നു: ഗുന്തറിൻ്റെ ക്യാരക്ടർ, ഗുന്തറിൻ്റെ പ്രൊമോ വർക്ക്സും ഗുന്തറിൻ്റെ എൻട്രൻസും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നാഷണൽ ഫ്ലാഗ്, ഗുന്തർ റെപ്രസെൻറ്റ് ചെയ്യുന്ന രാജ്യത്തിൻ്റെ നാഷണൽ ഫ്ലാഗ് അദ്ദേഹത്തിൻ്റെ കൂടെ വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്റ്റോറി ലൈനുകൾ ബിൽഡ് ചെയ്യുക, അദ്ദേഹത്തെ വലിയൊരു വില്ലനാക്കി കാണിക്കുക, അമേരിക്കൻ റെസ്ലേഴ്സിനെതിരെ നിൽക്കുന്ന ഒരു താരം എന്നുള്ള രീതിയിലേക്ക് കാണിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ക്യാരക്ടർ പ്ലാൻ. ഇത് കേട്ട ഉടനെ തന്നെ ഗുന്തർ അത് നിരസിക്കാനുള്ള കാരണം 1990കളിൽ, അതായത് പഴയ WWF കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളും സ്റ്റോറി ലൈനുകളും ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കിയ ഗുന്തർ ഈ ഒരു കഥാപാത്ര രീതി തനിക്ക് യോജിച്ചതല്ല, അത് ഒരിക്കലും കണക്റ്റ് ആകില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. അത് കൃത്യമായിട്ടുള്ള ഒരു തിരഞ്ഞെടുക്കൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗുന്തർ ആ ഒരു കഥാപാത്ര രീതിയിലേക്ക് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കരിയർ കില്ലർ അല്ലെങ്കിൽ ഒരു മെഗാ റെസ്ലർ എന്നുള്ളൊരു പദവിയിലേക്ക് ഗുന്തറിന് എത്താൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറിയായിരുന്നു. അപ്പോൾ ഗുന്തർ അന്നെടുത്തത് നല്ലൊരു തീരുമാനമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഗുന്തർ പങ്കുവെക്കുന്ന മറ്റൊരു അഭിപ്രായം ലുഡ്വിഗ് കൈസർ എന്ന അദ്ദേഹത്തിൻ്റെ ഇംപീരിയം എന്ന ടീമിലെ ടാഗ് ടീം പാർട്ട്ണറിനെ സംബന്ധിച്ചാണ്. ലുഡ്വിഗ് കൈസറിനോട് ഗുന്തർ ആവശ്യപ്പെട്ടത് ഹോളിവുഡിലേക്ക് ഒരു കൈ നോക്കാനാണ്. ലുഡ്വിഗ് കൈസറിൻ്റെ സംസാര രീതി, അദ്ദേഹത്തിന് സംസാരിച്ച് ആളുകളെ കീഴ്പ്പെടുത്താനുള്ള ഒരു രീതി, അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് താൻ മനസ്സിലാക്കിയത് കൊണ്ട് ലുഡ്വിഗ് കൈസറിനോട് ഹോളിവുഡിലേക്ക് ആക്ടിംഗ് കരിയറിലേക്ക് ഒരു കൈ നോക്കാനാണ് ആവശ്യപ്പെട്ടത്. ലുഡ്വിഗ് കൈസർ അത് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് അതിന് യാതൊരുവിധ നീക്കങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതും ഗുന്തർ വെളിപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ ഭാവിയിൽ ലുഡ്വിഗ് കൈസർ ഹോളിവുഡിലേക്ക് ഒരു കൈ നോക്കിയേക്കും എന്നുള്ളതും ഗുന്തർ വെളിപ്പെടുത്തുന്നുണ്ട്. നിലവിൽ റോ ബ്രാൻഡിൽ മെക്സിക്കൻ റെസ്ലറായ എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന റെസ്ലറായിട്ടാണ് ലുഡ്വിഗ് കൈസർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനയുടെ ചാഡ് ഗാബിളിൻ്റെ കഥാപാത്രമായിട്ടാണ് ലുഡ്വിഗ് കൈസറിൻ്റെ എൽ ഗ്രാൻഡെ അമേരിക്കാനോ സ്റ്റോറി നടക്കുന്നത്. മെക്സിക്കോയിലുള്ള ഷോകളിൽ എൽ ഗ്രാൻഡെ അമേരിക്കാന എന്ന ലുഡ്വിഗ് കൈസർ ചെയ്യുന്ന കഥാപാത്രത്തിന് വലിയ സപ്പോർട്ട് കിട്ടുന്നു. അമേരിക്കയിലാണെങ്കിൽ അദ്ദേഹത്തെ ഒരു വില്ലനാക്കിയിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കിടിലമായിട്ടുള്ള ഒരു സ്റ്റോറി ഇവർക്കിടയിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഗുന്തറിൻ്റെ ഹോളിവുഡിലേക്കൊരു കൈ നോക്കാൻ ലുഡ്വിഗ് കൈസറിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം കൂടി പുറത്തേക്ക് വരുന്നത്. ലുഡ്വിഗ് കൈസറിൻ്റെ ഒരു ഹോളിവുഡ് കരിയർ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് മുൻ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ചെൽസി ഗ്രീൻ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഇഞ്ചുറിയെ സംബന്ധിച്ചും റിട്ടേണിനെ സംബന്ധിച്ചുമാണ്. നിലവിൽ കാലിന് പറ്റിയ പരിക്ക് സ്മാക്ഡൗണിൽ മത്സരിക്കാനുള്ള വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് ചെൽസി ഗ്രീനെ നയിച്ചു. ഒരു മത്സരത്തിനിടയിൽ സംഭവിച്ച ഇഞ്ചുറിയാണ് ചെൽസി ഗ്രീന് റിങ്ങിൽ കയറാൻ സാധിക്കാത്ത രീതിയിലുള്ള ഇഞ്ചുറിയിലേക്ക് നയിച്ചത്. ഇപ്പോൾ ചെൽസി ഗ്രീൻ തന്നെ 2 ദിവസം മുൻപ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പങ്കുവെച്ച ഒരു അഭിപ്രായ പ്രകാരം ഇഞ്ചുറി പതിയെ മാറി വരുന്നുണ്ട് എന്നുള്ളതും തനിക്ക് ഉടനെ തന്നെ റിങ്ങിലേക്ക് കയറാൻ സാധിക്കുമെന്നുള്ളതും ചെൽസി ഗ്രീൻ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് റിട്ടേണിനെ സംബന്ധിച്ച് ചെൽസി ഗ്രീൻ പങ്കുവെക്കുന്നത്. ഇഞ്ചുറി കാരണം റിങ്ങിൽ കയറി മത്സരിക്കാൻ മാത്രമേ ചെൽസി ഗ്രീന് സാധിക്കാത്തതുള്ളൂ. ഷോസിൻ്റെ ബാക്ക് സ്റ്റേജിലും അതുപോലെ തന്നെ സെഗ്മെൻറ്റ്സ് ചെയ്യാനും നിലവിൽ ചെൽസി ഗ്രീൻ സ്മാക്ഡൗണിൽ വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഒരു സർപ്രൈസ് റിട്ടേണുള്ള വാതിലുകൾ നിലവിൽ ചെൽസി ഗ്രീൻ തുറന്നിട്ടിട്ടുണ്ട്. അപ്ഡേറ്റ് WWE റെസ്ൽമേനിയ 42 എന്ന് പറയുന്ന ബിഗസ്റ്റ് ഷോയെ സംബന്ധിച്ചാണ്. റെസ്ൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ അവർ പങ്കുവെക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ റെസ്ൽമേനിയ 42ലേക്ക് ഒരു 14 മത്സരങ്ങളാണ് 2 ദിവസത്തേക്കും വേണ്ടിയിട്ട് WWE പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അവർ പങ്കുവെക്കുന്നത്. ഈ 14 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അത് 16 വരെ കൂടാൻ സാധ്യത ഉണ്ടെന്നുള്ളതും ഇപ്പോൾ റെസ്ൽ വേർഡ്സ് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും 7 അല്ലെങ്കിൽ 8 മത്സരങ്ങൾ വെച്ചിട്ടാണ് 2 ദിവസത്തെ റെസ്ൽമേനിയ 42 അവർ പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ ഈ 14 മത്സരമായാലും 16 മത്സരങ്ങളായാലും ഇതിൽ ഒരു 6 മത്സരങ്ങൾ വുമൻസ് ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള മത്സരങ്ങൾക്കായിരിക്കും
കൊടുക്കുക എന്നുള്ളതും റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ റിയ റിപ്ലി വേഴ്സസ് ജേഡ് കാർഗിൽ തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ആയിട്ടുണ്ട്. ലിവ് മോർഗൻ വേഴ്സസ് സ്റ്റെഫിനി വെക്കേർ തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ആയിട്ടുണ്ട്. ഇതുകൂടാതെ 4 വുമൻസ് ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മത്സരങ്ങൾ കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതും റസൽ വേർഡ്സ് പങ്കുവെക്കുന്നു. അത് ആരൊക്കെ തമ്മിലാണെന്ന് ഇനി വരുന്ന ആഴ്ചകളിൽ നമുക്ക് അറിയാൻ സാധിച്ചേക്കാം. റസൽമേനിയ 42 സംബന്ധിച്ച് നമ്മൾ കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇന്ത്യൻ സമയത്തെ സംബന്ധിച്ചാണ്. ഏപ്രിൽ 19 ഏപ്രിൽ 20 നമുക്ക് ഈ ഒരു ഷോ കാണാൻ സാധിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അതായത് ഡേറ്റുകളെ സംബന്ധിച്ച് ഇനി ഷോ ആരംഭിക്കുന്ന ഒരു സമയം അത് പുലർച്ചെ 3:30 മുതലായിരിക്കും എന്നുള്ളത് WWE ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് പുലർച്ചെ 3:30 മുതൽ ഏപ്രിൽ 19 ഏപ്രിൽ 20 നെറ്റ്ഫ്ലിക്സിലൂടെ നമുക്ക് റസൽമേനിയ 42 ലൈവായി കാണാൻ സാധിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഒഫീഷ്യലായി അറിയാൻ സാധിച്ചിരിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് റോഡ് ഡോഗ് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറിനെ സംബന്ധിച്ചാണ്. ക്രിയേറ്റീവ് ടീം അംഗമായ റോഡ് ഡോഗിനെ ഇപ്പോൾ WWE പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിയേറ്റീവ് ടീമിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. TKO എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ട്രിപ്പിൾ എച്ച് എന്ന ലീഡർ ഹെഡ് ഓഫ് ക്രിയേറ്റീവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിക്കെതിരെ എടുക്കുന്ന നടപടിയാണോ റോഡ് ഡോഗ് എന്ന് പറയുന്ന DXലെ മെമ്പറിനെ പുറത്താക്കുന്നതിലൂടെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ട്രിപ്പിൾ എച്ച് അദ്ദേഹത്തിൻ്റെ DX എന്ന ഫാക്ഷനിലെ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ റോഡ് ഡോഗിനെ ട്രിപ്പിൾ എച്ച് ആയിട്ട് പുറത്താക്കുമെന്ന് ആരും വിചാരിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ WWE അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാൻ എന്നുള്ളതിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. റസൽമേനിയ 42 പോലെ ഒരു ബിഗസ്റ്റ് ഷോ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ക്രിയേറ്റീവ് ടീമിൽ നിന്ന് ഇത്രയും മാസങ്ങൾ വർക്ക് ചെയ്ത റോഡ് ഡോഗിനെ പുറത്താക്കാൻ എടുക്കുന്ന ഒരു തീരുമാനം അത് എന്തിൻ്റെ കാരണം കൊണ്ടാണ് എന്നുള്ളത് ഇനി ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിലായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ആരാധകർ റോഡ് ഡോഗിനെ പുറത്താക്കിയ ഒരു വാർത്ത സന്തോഷത്തോട് കൂടിയിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ റോഡ് ഡോഗിൻ്റെ ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ അത് ഫാൻസിനെ ദഹിക്കുന്നതല്ല എന്നുള്ള രീതിയിലാണ് ഫാൻസ് റോഡ് ഡോഗിൻ്റെ പുറത്താക്കൽ വലിയ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.